നെക്സ്റ്റ് ടോപ്പിക്ക് അറേസ് ആണ്. അപ്പോൾ നമ്മളൊരു ഡേറ്റ സേവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വാല്യൂ സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന വേരിയബിൾസ് ആണ് അല്ലേ. ഓരോ വാല്യൂസിനെ സേവ് ചെയ്യാൻ നമ്മൾ ഓരോ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു നെയിം ആണ് സേവ് ചെയ്യേണ്ടെങ്കിൽ സ്ട്രിംഗ് നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഈക്വൽ ടു ഞാൻ ആ നെയിം എന്ത് പേരാണോ സേവ് ചെയ്യാൻ അത് കൊടുക്കും. ഇനി ഒരു ഏജ് ആണ് സേവ് ചെയ്യേണ്ടെങ്കിലോ ഇൻറ്റ് ഏജ് എന്ന് പറഞ്ഞ് ഒരു വേരിയബിളിനെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഈക്വൽ ടു ഏജ് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ ഓരോ വാല്യൂവിനെ സേവ് ചെയ്യാനും നമ്മൾ ഓരോരോ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത്. എനിക്ക് പക്ഷേ ഒരേ ടൈപ്പുള്ള കുറേ വാല്യൂസിനെ ഒന്നിച്ച് സേവ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോഴാണ് അറേയുടെ യൂസ് വരുന്നത്. അറേ നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ മൾട്ടിപ്പിൾ വാല്യൂസിനെ, അതായത് ഒരേ ടൈപ്പിൽ വരുന്ന വാല്യൂസിനെ ഒരു സിംഗിൾ വേരിയബിളിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ 10 നെയിംസ് ഒന്നിച്ച് സേവ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരേ വേരിയബിളിൽ നമുക്ക് പല ഇൻഡെക്സുകളിലായിട്ട് 10 ഇൻഡെക്സുകളിലായിട്ട് ഈ നെയിംസിനെ സേവ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇതെല്ലാം ഒരു സ്ഥലത്ത് ഇരിക്കുകയും ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഒരു വലിയൊരു അലമാരി മേടിച്ചിട്ട് അതിലേക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറേ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് ഇങ്ങനെ വല്ലയിടത്തും കിടക്കുന്ന ഒരു അവസ്ഥ. അതായത് പല വേരിയബിളിൽ പല സ്ഥലത്ത് പല മെമ്മറി ലൊക്കേഷൻസിൽ പല പൊസിഷൻസിലായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അറേ വരുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വേയിലാണ് ഈ വാല്യൂസിനെ എല്ലാത്തിനും നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരേ ടൈപ്പ് സാധനങ്ങളായിരിക്കണം ഒരു അറേയിൽ ഉണ്ടാവേണ്ടത്. അതായത് 10 നെയിംസ് എന്ന് ഞാൻ പറഞ്ഞതാണ്. കാര്യം ഈ നെയിം എല്ലാം സ്ട്രിങ് ആയിരിക്കും. ഓക്കെ, ഇനി കുറേ മാർക്കുകൾ എനിക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഈ മാർക്ക് എല്ലാം ഇൻഡ് ആയിരിക്കും അല്ലെങ്കിൽ ഫ്ലോട്ട് ആയിരിക്കും, ഏതെങ്കിലും ഒരെണ്ണം അങ്ങനെ വരുന്നതായിരിക്കണം. ഒരേ ടൈപ്പ് ആയിരിക്കണം. അല്ലാതെ ഒരെണ്ണം ഫ്ലോട്ട്, ഒരെണ്ണം ഇൻഡ്, ഒരെണ്ണം സ്ട്രിങ്, വേറൊരെണ്ണം ബൂളിയൻ, അങ്ങനെ പല ഡേറ്റ ടൈപ്പ് വരുന്ന വാല്യൂസിന് നമുക്ക് ഒരു അറേയിൽ സേവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ വാല്യൂസിനെ, അത് ഒരേ ടൈപ്പുള്ള മൾട്ടിപ്പിൾ വാല്യൂസിനെ ഒരു സിംഗിൾ വേരിയബിളിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറേസ് യൂസ് ചെയ്യുന്നത്. ഇനി അറേസ് എന്ന് പറഞ്ഞാൽ അത് ഒബ്ജക്ട്സ് തന്നെയാണ്. അതിന് പ്രിമിറ്റീവ് ടൈപ്സിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ റെഫറൻസസ് എന്ന് പറയുന്നത് മെമ്മറി ലൊക്കേഷൻ ആണ്. അത് വേറൊരു വേരിയബിളിന്റെ മെമ്മറി ലൊക്കേഷനെ ഹോൾഡ് ചെയ്യണമെങ്കിൽ, ആ ഒരു മെമ്മറി അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യണമെങ്കിൽ അതും അറേയിൽ പോസിബിൾ ആണ്. ഓക്കെ, ഇനി അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അറേസ് എന്ന് പറയുന്നത് ഒബ്ജക്ട്സ് ആണ്. അതിന് മെമ്മറി ലൊക്കേഷൻസിനെ, വേറെ വേരിയബിൾസിന്റെ വേറെ ഒബ്ജക്ട്സിന്റെ മെമ്മറി ലൊക്കേഷൻസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അത് റൺ ടൈമിലാണ് ക്രിയേറ്റ് ആവുന്നത്. നമ്മൾ എപ്പോഴും ഒരു പുതിയ അറേ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും അത് റൺ ടൈമിലാണ് ക്രിയേറ്റ് ആവുന്നത്. ഡൈനാമിക് ആണ്. ഇത് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന എവിടെയായിരിക്കും? ഹീപ്പ് മെമ്മറിയാണ്. ഓക്കെ, ഹീപ്പ് മെമ്മറിയിലേക്കാണ് അറേസ് ക്രിയേറ്റ് ആവുന്നത്. അതുപോലെ അറേയുടെ ലെങ്ത് ഫിക്സ്ഡ് ആണ്. ആദ്യം നിങ്ങളൊരു ലെങ്ത് ഡിഫൈൻ ചെയ്തിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഇടക്ക് വെച്ച് നമുക്ക് പിന്നെ വേറൊരു വാല്യൂ എൻ്റർ ചെയ്യാം. അത് റൺ ടൈമിൽ വേറൊരു വാല്യൂ കൂടെ എൻ്റർ ചെയ്യണമെന്ന് വെച്ചാൽ അത് പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി അത് ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അറേ ലെങ്ത് ഫിക്സ്ഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സിൻടാക്സ് ഒന്ന് നോക്കാം. അപ്പോൾ 1 ഡയമെൻഷണൽ അറേ എക്സാമ്പിൾ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എങ്ങനെയാണ് ഇത് ഇനിഷ്യലൈസ് ചെയ്യുന്നത്? അപ്പോൾ ഇൻറ്റ് എന്നുള്ളത് ഫസ്റ്റ് നമ്മുടെ ഡേറ്റ ടൈപ്പാണ്. ഞാനൊരു ഇൻറ്റിജർ അറേ ആണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഇൻറ്റ് കൊടുക്കുന്നു അല്ലേ, എൻ്റെ ഡേറ്റ ടൈപ്പ് അതാണ്. ഇനി ഒരു വേരിയബിൾ നെയിം കൊടുക്കണം. അതാണ് എ എന്നുള്ളതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന വേരിയബിൾ നെയിം. ഇനി അതൊരു അറേ ആണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ്, എംപ്റ്റി സ്ക്വയർ ബ്രാക്കറ്റ് ആണ്, ഓപ്പൺ ബ്രാക്കറ്റും ഉണ്ട് ക്ലോസ് ബ്രാക്കറ്റും ഉണ്ട്, കൊടുത്തു. അങ്ങനെയാണ് അറേ ആണെന്നുള്ളത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈക്വൽ ടു ന്യൂ കീവേഡ് വെച്ചിട്ടാണ് നമ്മളെപ്പോഴും ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ന്യൂ കീവേഡ് വെച്ചിട്ടാണ്. അപ്പോൾ ന്യൂ, വീണ്ടും ആ ടൈപ്പ് തന്നെ പറയാം, ഇൻറ്റ് 12. കണ്ടോ, 12 ആണ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞത്. നമ്മൾ പറഞ്ഞില്ലേ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ അറേയുടെ സൈസ് ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞത്. ഈ 12 അറേ ആണ് ആദ്യം ക്രിയേറ്റ് ആവുക. നമ്മൾ 12 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ 12 കോളംസ് ഉള്ള, നമുക്ക് 12 സെൽസ് ഉള്ള ഒരു അറേ ആണ് ക്രിയേറ്റ് ആവുക. എന്ന് വെച്ചാൽ അത് മാറ്റി നിങ്ങൾക്ക് 13 ആക്കാൻ പറ്റില്ലെന്നല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് 15 ആക്കാൻ പറ്റില്ലെന്നല്ല ഞാൻ പറയുന്നത്. നമുക്കത് മാറ്റാം. പക്ഷെ റൺ ടൈമിൽ വീണ്ടും 12-നേക്കാളും കൂടുതൽ, ആ ഒരു സൈസിനേക്കാളും കൂടുതൽ വാല്യൂ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫിക്സ്ഡ് സൈറ്റ്സ് ആണ് ഞാൻ, അതായത് ഒരു 12 സെല്ല് വരുന്ന ഒരു അറേ, അതിൻ്റെ പേര് എ എന്നാണ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഞാൻ 1 to 12 വരെയുള്ള വാല്യൂസിനെ സ്റ്റോർ ചെയ്തു. ഓക്കെ,
ഇനി ഇതിന്റെ ഇൻഡെക്സ് നോക്കാം നമുക്ക്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇത് സെയിം വേരിയബിൾ നെയിം ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ, മൾട്ടിപ്പിൾ വാല്യൂസിനെ സെയിം വേരിയബിളിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതെങ്ങനെ റിട്രീവ് ചെയ്യും, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒരു വേരിയബിളിൽ എങ്ങനെ സ്റ്റോർ ആകും, ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ അപ്പൊ ആലോചിച്ചിട്ടുണ്ടാവുക. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറേക്ക് ഓരോന്നിനും ഓരോ ഇൻഡെക്സ് ഉണ്ട്, ഓരോ സെല്ലിനും ഓരോ ഇൻഡെക്സ് ഉണ്ട് സ്റ്റാർട്ടിങ് ഫ്രം 0. അപ്പൊ എ ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ വാല്യൂ എ ഓഫ് 0-യിലായിരിക്കും ഇരിക്കുക. പിന്നെ എ ഓഫ് 1, എ ഓഫ് 2 കണ്ടോ, അങ്ങനെ എ ഓഫ് 11 വരെ വരും. കാര്യം എന്താണ്, തുടങ്ങിയിരിക്കുന്ന 0 വെച്ചിട്ടായതുകൊണ്ട് 11 വരെ വരും. ഓക്കെ, അപ്പൊ ഇതിന് ഓരോന്നിനും ഓരോ ഇൻഡെക്സ് ഉണ്ട്. ഇപ്പൊ സെയിം വേരിയബിൾ ആണെങ്കിലും ഇൻഡെക്സ് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ വാല്യൂവിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ റോൾ നമ്പർ അനുസരിച്ച് നമ്മൾ ഒരു ക്ലാസ്സിലാണ് ഇരിക്കുന്നതെങ്കിലും റോൾ നമ്പറിനെ ബേസ് ചെയ്ത് സ്റ്റുഡൻസ് മാറുന്ന പോലെ അല്ലെ. ഫസ്റ്റ് റോൾ നമ്പർ വിളിച്ചാൽ ഫസ്റ്റ് ആൾ വരും, സെക്കൻഡ് റോൾ നമ്പർ വരുമ്പോൾ സെക്കൻഡിലാണ്. പക്ഷെ ഒരു ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ക്ലാസ്സിന് ഇപ്പോൾ ഏതാണോ ആ ക്ലാസ് അതിന്റെ പേരുണ്ടാവും. ആ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്ന പോലെ തന്നെ ഓരോന്നിനും ഇവിടെ ഈ അറയിൽ എ എന്നുള്ള അറയിലുള്ള വാല്യൂസ്, പക്ഷെ ഓരോ വാല്യൂവിനും ഓരോ ഇൻഡെക്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു അലമാരിയുടെ ഒരു സ്ട്രക്ചർ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓരോ സാധനങ്ങൾ ഇങ്ങനെ പിറക്കിയൊക്കെ വെച്ചിരിക്കുന്ന ഒരു അലമാരി. അപ്പൊ അതിനൊരു ഓർഡർ ഉണ്ട്, ആ ഓർഡർ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഒരേപോലത്തെ സാധനങ്ങളെ അതിനകത്ത് സേവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, എല്ലാം ഒരേ മോഡൽ സാധനങ്ങളായിരിക്കണം, പല ഐറ്റംസിനെ കുത്തി നിറയ്ക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സിലുള്ള സാധനം എടുക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ എ ഓഫ് 5 എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, എ ഓഫ് 5-ന് ഇരിക്കുന്ന ആരാ 6 ആണ്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് 6 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു 1 ഡയമെൻഷണൽ അറേയുടെ എന്താ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ വാല്യൂ ഉണ്ട്, അതിന്റെ ഇൻഡെക്സും ഉണ്ട്. ഇനിഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ ഇൻറ്റിജർ, ഇന്റ് ആണെങ്കിൽ ഇന്റ്, സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ് കേട്ടോ. ഇനി അടുത്തത് നമുക്കൊരു 2 ഡയമെൻഷണൽ അറേ നോക്കാം. 2 ഡയമെൻഷണൽ അറേ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കുക, നമ്മൾ ഇന്റ് ഇത് അപ്പുറത്തും ഇപ്പുറത്തും ഇടാം കേട്ടോ. ഈ സ്ക്വയർ ബ്രാക്കറ്റ് നിങ്ങൾക്ക് അങ്ങേ സൈഡിൽ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, ഇപ്പുറത്ത് ഇടണമെങ്കിൽ ഇടാം, രണ്ടും ഓക്കെയാണ്. എന്നിട്ട് നമ്മൾ ആദ്യം ഇന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തു. വേരിയബിളിന്റെ പേരെന്ന് പറയുന്നത് എ ആണ്. അപ്പൊ ഇത് 2 ഡയമെൻഷണൽ അറേ ആയതുകൊണ്ടാണ്. എന്നിട്ട് ഓരോന്നിന്റെ, അതായത് റോയുടെയും കോളത്തിന്റെയും നമ്പർ നിങ്ങൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇവിടെ ഞാൻ 3-ഉം 4-ഉം ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ റോസ് 3-ഉം കോളംസ് 4-ഉം ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി കണ്ടോ ഇവിടെ റോ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ 0, 1, 2. കോളം ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 0, 1, 2, 3. ഓക്കെ, 0 തൊട്ട് 3 വരെ. കാര്യം നമ്മുടെ കോളം എത്ര ഉണ്ട്, 4 എണ്ണം ഉണ്ട്, അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഈ 2 ഡയമെൻഷണൽ അറേക്കും എന്തുണ്ട്, ഇൻഡെക്സ് ഉണ്ട്. അതായത് എ കണ്ടോ 0, 0 എന്ന് പറയുന്നത്, അതായത് 0th റോയില് 0th കോളം ആ പൊസിഷൻ നിങ്ങൾ എടുത്തു പറഞ്ഞാൽ നിങ്ങൾക്ക് 15 എന്നുള്ള വാല്യൂവിനെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ റോയുടെ നമ്പറും പറയണം, കോളത്തിന്റെ നമ്പറും പറയണം. 1 ഡയമെൻഷനിൽ ആ പ്രശ്നമില്ലായിരുന്നു. 1 ഡയമെൻഷനിൽ നമുക്കൊരു സെല്ല് പോലെ ഇങ്ങനെ, സെൽസ് പോലെ ഇങ്ങനെ നേരെ ഇരിക്കുകയാണ്. അതായത് അത് നിങ്ങൾക്ക് റോ ആയിട്ടോ കോളമായിട്ടോ വരയ്ക്കാം കേട്ടോ. 1 ഡയമെൻഷൻ തിരിച്ചോ മറിച്ചോ വരയ്ക്കാം, പക്ഷെ അതിന് ഒരേ ഒരു ഇൻഡെക്സ് ഉണ്ടായുള്ളൂ അല്ലെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, റോയും കോളവും ഉള്ളത് കൊണ്ട് 2 ഇൻഡെക്സ് നിങ്ങൾ പറയണം. അതുപോലെ എ എന്ന് പറയുമ്പോൾ 0, 1 അടുത്ത നമ്പർ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എ ഓഫ് 0, 1 എന്ന് പറയണം. ഇനി അടുത്തത് 0, 2 എന്ന് പറയണം. നെക്സ്റ്റ് 0, 3 എന്ന് പറയണം. ഇങ്ങനെയാണ് ഇൻഡെക്സ് പറഞ്ഞിട്ട് ഒരു അറേന്ന് ഡേറ്റ അതിൽ സേവ് ചെയ്തിരിക്കുന്ന വാല്യൂവിനെ നിങ്ങൾക്ക് റിട്രീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതാണ് 2 ഡയമെൻഷണൽ അറേ. ഓക്കെ, എല്ലാത്തിലേക്കും നിങ്ങൾക്ക് വാല്യൂസ് സേവ് ചെയ്ത് കൊടുക്കാം, എല്ലാ അറയിലും നിങ്ങൾക്ക് വാല്യൂസ് സേവ് ചെയ്ത് കൊടുക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കറക്റ്റ് നമ്പർ പറഞ്ഞാലാണ്, അല്ലെങ്കിൽ കറക്റ്റ് നമ്പറിൽ ലൂപ്പിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ വാല്യൂസ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് റിട്രീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ഈ അറേയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ 1 ഡയമെൻഷണൽ അറേ ഒന്നുകൂടി കാണിക്കാം. കണ്ടോ, ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റേ ഉള്ളൂ, അതായത് ക്ലോസിങ് ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റും കൂടി കേട്ടോ. ആ ഒരു ഇതാണ് ഒരെണ്ണേ ഉള്ളൂ. അതിനൊരു ഫിക്സ്ഡ് നമ്പർ നമ്മൾ കൊടുത്തു, 12 കൊടുത്തു, അല്ലെങ്കിൽ കുറെ വാല്യൂസ് ഒക്കെ പിറക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇൻഡെക്സ് ആരുടെ മാത്രമേ ഇൻഡെക്സ് ഉള്ളൂ, സിംഗിൾ ഡയമെൻഷണൽ അറേ ആയതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ ഇൻഡെക്സേ ഉള്ളൂ. 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഡെക്സ്, നിങ്ങൾക്ക് ആ ഒരു ഇൻഡെക്സ് മാത്രം പറഞ്ഞാൽ മതി. കറക്റ്റ് എ ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഓഫ് 5-ൽ ഇരിക്കുന്ന വാല്യൂ 6 ആണ്. എ ഓഫ് 6 എന്ന് പറഞ്ഞാൽ അതിലിരിക്കുന്ന വാല്യൂ 7 ആണ്. ഓക്കെ, എ ഓഫ് 0 എന്ന് പറഞ്ഞാൽ അതിലിരിക്കുന്ന വാല്യൂ 1 ആണ്. അങ്ങനെ നിങ്ങൾക്ക് റിട്രീവ് ചെയ്യാം. പക്ഷെ സെയിം സംഭവം നമ്മൾ 2 ഡയമെൻഷണൽ അറേയിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തായി,
ഇവിടെ രണ്ട് കാര്യങ്ങൾ കൊടുക്കണം, റോയും കോളവും കൊടുക്കണം, അതിന്റെ ഇൻഡെക്സും കൃത്യമായിട്ട് കൊടുത്താലേ നിങ്ങൾക്ക് അതിലെ വാല്യൂ, ഇപ്പൊ ഇത് എനിക്ക് 40 എനിക്ക് എടുക്കണമെങ്കിൽ എ ഓഫ് 1 പിന്നെ എന്തിടണം 2 കൂടി ഇടണം, എന്നാലും ഈ 40 എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് 2 ഡയമെൻഷണൽ അറേ.